CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 7 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിലായതായി സൂചന. കടവല്ലൂർ കൊരട്ടിക്കരയിൽ 3 കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര പോസ്റ്റ് ഓഫീസിന് സമീപം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. കുന്നംകുളം ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന മറ്റ് 2 കാറുകളിൽ ഇടിക്കുകയായിരുന്നു. ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലംപതി വെള്ളക്കെട്ടിന് പരിഹാരമായി. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്ക കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്നു നിലംപതി. പുന്നീർകുളം അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിൽ ഇടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ ഇരിങ്ങാലക്കുട സ്വദേശി മനക്കുളങ്ങര പറമ്പിൽ നവാസ്, കാട്ടൂർ സ്വദേശി സിനാൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. വേലൂർ കിരാലൂർ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തണൽ സൗഹൃദാരാമത്തിൽ സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് മുന്നോടിയായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്നു. പോലീസ്, എക്സൈസ്, ഹെൽത്ത്, KSEB, വാട്ടർ അതോറിറ്റി തുടങ്ങിയ വകുപ്പുകളെയും ഹരിതകർമ്മസേന, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എന്നിവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം ചേർന്നത്. കൃഷി ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന എയ്യാൽ സ്വദേശിയുടെ ഇലക്ട്രിക് മോട്ടോർ മോഷണം പോയി. ആവേൻ വീട്ടിൽ ബാലന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോറാണ് മോഷണം പോയത്. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിന് കീഴിൽ മാർക്കറ്റ് റോഡിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. പക്ഷികൾക്കായുള്ള പാന സ്നാന പാത്ര പദ്ധതിയുടെ വേലൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. ഇടവകയിലെ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് തിരുനാൾ ആചരിച്ചത്. അർണോസ് പാതിരിയുടെ 299 ചരമവാർഷികത്തോടനുബന്ധിച്ച് അർണോസ് അനുസ്മരണ ദിവ്യബലിയും പുഷ്പാർച്ചനയും നടന്നു. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണ തിരുനാൾ ആചരിച്ചു. വേലൂർ കുറുമാൽ സെന്റ് ജോർജ് ദേവാലയത്തിലെ സെന്റ് ജോസഫ് കപ്പേളയിലെ ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. മലയാളി കുടുംബങ്ങൾക്ക് ഖത്തർ പൗരന്റെ റംസാൻ കിറ്റുകൾ. എരുമപ്പെട്ടി മഹലിലും പരിസരത്തുമുള്ള നിർധന കുടുംബങ്ങൾക്കാണ് ഖത്തർ പൗരനായ നാസർ അൽ കഹബി കുടുംബത്തിന്റെ വകയായി അരിയും പലവ്യഞ്ജനങ്ങളും അടങ്ങുന്ന കിറ്റുകൾ നൽകിയത്. വൈകാരികത വെടിഞ്ഞ നന്മയിൽ പൊതിഞ്ഞ സന്തോഷം കൊണ്ട് വെറുപ്പിനെ നേരിടണമെന്ന് പ്രശസ്ത എഴുത്തുകാരൻ P. സുരേന്ദ്രൻ പറഞ്ഞു. പെരുമ്പിലാവ് അൻസ ട്രെയിനിംഗ് കോളേജിലെ സമൂഹ നോമ്പുതുറ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ മെൽത്തോ 2024 എന്ന പേരിൽ നടത്തുന്ന ദൈവവചന പ്രഘോഷണത്തിനും ഉപവാസ ധ്യാന യോഗത്തിനും തുടക്കമായി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ 2024-25 വർഷത്തെ തിരിച്ചറിയൽ കാർഡ് വിതരണവും ജില്ലാ നേതാക്കൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ID കാർഡ് വിതരണം ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ ഉദ്ഘാടനം ചെയ്തു. ശ്രീ കേരളവർമ്മ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിമല കോളേജിന്റെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ MD കോളേജ് വിദ്യാർത്ഥിനികളായ അമൃത MV, നന്ദന KR എന്നിവർ വിജയികളായി. വെളിയങ്കോട് പഞ്ചായത്തിൽ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി EPIP മൈക്രോ പ്ലാൻ പദ്ധതി പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട അതിദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ഭക്ഷ്യ കിറ്റ് വിതരണം നടത്തി. ആൽത്തറ ടൗൺ ജുമാ മസ്ജിദിൽ റംദാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തി. വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുന്നൂർകുളം ശാഖയുടെ നേതൃത്വത്തിലാണ് റംളാൻ വിജ്ഞാന സദസ്സും ഇഫ്താർ സംഗമവും നടത്തിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.